വളരെ നാളത്തെ ആഗ്രഹമാണ് പാരഗ്ലൈഡിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനും മിന്നും കൂടി പാരഗ്ലൈഡ് ചെയ്യാനായിട്ട് കുള്ളുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുളുവിലാണ് 369 എന്ന ഒരു കൗണ്ടറിലാണ് നമ്മൾ പാരഗ്ലൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. 3500 രൂപയാണ് പെർ പേഴ്സൺ വരുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ആള്. നമ്മൾ ഇതിൻ്റെ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്കാണ് പാരഗ്ലൈഡ് ചെയ്യുന്നത്. 3500 രൂപയാണ് പ്രൈസ് പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ പാരഗ്ലൈഡിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ്സ് അപ്പോൾ ഇവരുടെ വണ്ടിയിൽ 15 കിലോമീറ്റർ യാത്രയുണ്ട് ഒരു മൗണ്ടൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം പാരഗ്ലൈഡ് ചെയ്യാനായിട്ട്. പക്ക ഓഫ് റോഡിങ് ആണ്. റോഡൊന്നും ഇല്ല, ഫുള്ള് വഴി ഓഫ് റോഡാണ്. ഈ വഴി പാരഗ്ലൈഡിങ്ങിൻ്റെ വഴിയാണ്. നമ്മൾ തെറ്റിപ്പോയായിരുന്നു ചെറുതായിട്ട്. വളരെ ഇന്നത്തെ വഴിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ല, ആളുകൾ പോകുന്നുണ്ടല്ലേ. ഈ പറഞ്ഞാൽ പോണത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. अभी हम लोग एडवेंचर करवाएंगे, अदरवाइज इनके नहीं लगता है आपको कि नहीं कर सकते, तो आप लोग भी फ्लाइंग में बोल सकते मत करो, ठीक है। अगर उड़ने के बाद लगता है कि हम लोग ठीक कंफर्टेबल है तो कर सकते। हेलमेറ്റും സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. आ जाओ इधर आ जाओ, उनको भी बुलाओ। അതുപോലെ സെറ്റപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് പറന്നിരിക്കുകയാണ്. നമ്മളത് പറക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ തന്നെ പിന്നെ Hand inside you, okay? ഓക്കെ ഓക്കെ. Hand inside, don't outside. ഓക്കെ. Ready? 1, 2, 3, go. Go, 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 go. Can I? ഭഗവാനെ, കിട്ടു കിട്ടു കിട്ടു, പൊളി പൊളി. പൊളി പൊളി പൊളി, സൂപ്പർ സൂപ്പർ. അയ്യാ, സൂപ്പർ സൂപ്പർ. Nice, nice. Wow. പൊളി പൊളി, നൈസ്. What's up is down, what's left is right. This is theater, right? Chasing stars and holding
can see the end, but we'll see it through. Dangerous times, don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind.
അപ്പോൾ പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് വാസ് സൂപ്പർ ഓസം ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ചോദിക്കും നമുക്ക് നോർമൽ വേണോ എക്സ്ട്രീം വേണോന്ന്. എക്സ്ട്രീമിന് പൈസ കൂടുതലാണ്, അപ്പോൾ നോർമലാണ് നമ്മൾ എടുത്തത്. നമ്മൾ കയറുമ്പോൾ തന്നെ നോർമലിൻ്റെ പ്രൈസ് കൊടുക്കുക, അതായത് 3500 പെർ പേഴ്സൺ. അതിൽ നോർമലാണ് ഈ 3500 വരിക. അഡ്വഞ്ചർ പോകുമ്പോൾ അത് പോകുന്ന ഇടയിലാണ് അഡ്വഞ്ചർ വരിക, അതിന് എക്സ്ട്രാ കോസ്റ്റ് ആവും. അത് എത്രയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് അഡ്വഞ്ചർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താഴെ എത്തിയതിന് ശേഷമാണ് അഡ്വഞ്ചറിന് എത്രയാണെന്നുള്ളത് പറയുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും താഴെ. നമ്മുടെ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കും. പെർ പേഴ്സൻ്റെ ഒരു 300 ആണ് റുപ്പീസ് വരുന്നത്. അതൊരു 35 to 40 പിക്സ് അവർ തരും, ഒറ്റയടിക്ക് തന്നെ തരും ഈ 300 റുപ്പീസിന്. നമ്മളൊന്ന് ബാർഗൈൻ ചെയ്താൽ വില കുറയും. ഞങ്ങൾ 500 രൂപയ്ക്കാണ് എടുത്തത്. ഞങ്ങൾ എടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ എന്തായാലും പാരാഗ്ലൈഡിങ് ലൈഫ് ടൈം ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ? എനിക്ക് ഞാൻ ഒരു എയറോഫോബിക് പേഴ്സൺ ആണ്, എയറോഫോബിക് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? എനിക്ക് പേടിയില്ല. ആണെങ്കിൽ പിന്നെ പേടിയില്ലാത്ത ആളാണ്, അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഫ്ലൈ ചെയ്തു, ഈഗിൾ ഫ്ലൈയിങ് പോലെ എങ്ങനെയാണ്. ഇതാണ് പാരാഗ്ലൈഡിങ് ലാൻഡിങ് ഏരിയ. ഒരാളുകൾ ലാൻഡ് ചെയ്യണതിൽ. അപ്പോൾ അതിവിടെ ഇരുന്ന് ഒരുത്തൻ ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടും. താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലഞ്ച് ഡിന്നർ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതെ, താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനുണ്ട്. അത് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാം. ആളുകൾ കഴിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ബിയാസ് നദി. ബിയാസ് നദിയുടെ മുകളിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ തിരിച്ചു പോകണം കുളുവിലേക്ക്. നമ്മൾ കാറിലേക്ക് തിരിച്ചു.